ഇന്ന് ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ കാർഡ് എടുക്കില്ല എന്നാണ് പറഞ്ഞത്, ക്യാഷ് മാത്രമേ ഉള്ളൂ. ആകെ ഇച്ചിരി ക്യാഷുള്ളൂ, നമുക്കിത് പൊട്ടിച്ച് കഴിക്കാം. അപ്പോൾ നമുക്ക് രതീഷിലൂടെ പണിക്കെടുത്താം. താഴെങ്ങാൻ പോയാൽ പിന്നെ ബ്ലോഗ് ചെയ്യാനാണില്ല, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. അതുപോലെ ഇല്ലേ ബാത്റൂമിൻ്റെ പേരെന്ന് തണ്ട, നമ്മുടെ തന്തയല്ല കേട്ടോ. അപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു നേരെ ലാൻഡ് ചെയ്യണത് കോലാലംപൂർ മലേഷ്യൻ എയർപോർട്ടിലാണ്. അവിടെ നിന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ലങ്കാവി. ഹലോ, വെൽക്കം ടു ഫുഡ് അഡിക്ട്സ് ബൈ നീതു. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് നട്ടപ്പാതിരാത്രിക്കായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ ലാൻഡ് ചെയ്യണത് കോലാലംപൂർ എയർപോർട്ടിലാണ്. അവിടുന്ന് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ആയിട്ടോ. നമ്മുടെ ലഗേജ് അവർ കുറേ പേര് പറഞ്ഞു ഇവിടെ തരുന്നു, കുറച്ച് പേര് പറഞ്ഞു അല്ല നിങ്ങൾക്ക് നേരെ ലങ്കാവി തരും. നമ്മുടെ ഡെസ്റ്റിനേഷൻ ലങ്കാവി ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ടെർമിനലിലേക്ക് മാറാനായിട്ട് മെട്രോ ട്രെയിൻസ് അവൈലബിൾ ആണ്. നമ്മൾ ഓരോ ട്രെയിൻ എടുക്കും, അവിടെ പോവും ഇവിടെ പോവും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-3 പ്രാവശ്യം ഓടി നടന്നു കേട്ടോ. ലഗേജ് എവിടെ കിട്ടും എന്ന് അറിയാനായിട്ട് ട്രാൻസ്ഫർ കൗണ്ടറിൽ പോയി നോക്കിയിട്ട് അവിടെ നിന്ന് ഒരു മനുഷ്യൻ പോലും ഇല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അവിടെ നോക്കൂ ഇവിടെ നോക്കൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുറേ സമയം കഴിഞ്ഞ് ഞങ്ങൾ 2 മണിക്കൂറിൽ നെക്സ്റ്റ് ലങ്കാവി ഫ്ലൈറ്റാണ്. അറ്റ് ലാസ്റ്റ് അവർ പറഞ്ഞു നിങ്ങൾ പൊക്കോ, ഞങ്ങൾ സാധനം അവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓടി ഫ്ലൈറ്റ് പോവല്ലേ എന്നൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഉണ്ടല്ലോ ഫ്ലൈറ്റിലൊരു മനുഷ്യനല്ല ഞങ്ങൾ ആദ്യം എത്തിയത്. അങ്ങനെ നമ്മൾ ഒരു സമാധാനത്തിൽ ഒരു ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ലങ്കാവി എത്തി. വളരെ ഫാസ്റ്റായിട്ട് എത്തി, ഒരു 1 hour പോലും ഇല്ല കേട്ടോ നമുക്ക് ഫ്ലൈയിങ് ടൈം. ലങ്കാവി എയർപോർട്ട് വളരെ ചെറിയൊരു എയർപോർട്ടാണ്. നമ്മളെ കൊച്ചി എയർപോർട്ടിലൊക്കെ ബസ്സിലൊക്കെ വന്ന് കൊണ്ടുപോകുന്ന പോലെയല്ല ലങ്കാവി എയർപോർട്ട്. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമുക്ക് നടന്ന് പോകാം. നമ്മൾ ഈ ബസ് സ്റ്റേഷനിലേക്കൊക്കെ പോയില്ലേ, നമ്മുടെ വൈറ്റില ടെർമിനലിലേക്കൊക്കെ വൈറ്റില ബസ് സ്റ്റോപ്പിലൊക്കെ പോയില്ലേ, അതുപോലെ നടന്ന് പോകാൻ പറ്റിയ ഒരു ചെറിയ എയർപോർട്ടാണ് ലങ്കാവി എയർപോർട്ട്. അപ്പോൾ നമ്മൾ നേരെ നടന്ന് വെൽക്കം ടു ലങ്കാവി. ഇത് എയർപോർട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ നടന്നു കയറുകയാണ് കേട്ടോ. ഒരുപാട് വലിയ ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല ഇവിടെ. പെട്ടെന്ന് നമുക്ക് ശരിക്കും എനിക്കൊരു ബസ് സ്റ്റോപ്പിലേക്കൊക്കെ ഒരു ഹൈഫൈ ബസ് സ്റ്റോപ്പിലൊക്കെ പോണ ഫീലാണ് തോന്നിയത്. വളരെ ചെറിയ എയർപോർട്ടാണ്. അപ്പം നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി ഒരു സ്ഥലത്ത് ലഗേജൊക്കെ വെച്ച് എയർപോർട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ഇറങ്ങി. കാരണം നമ്മുടെ റിസോർട്ടിൻ്റെ ചെക്ക് ഇൻ ടൈം 3 o'clock ആണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് ഒരു 11 ഒക്കെ ആയപ്പോൾ എത്തി. അപ്പോൾ അത്രയും നേരം സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫ്രഷായി ഒരു അവിടെ ഗ്രാബാണ് ഏറ്റവും നമുക്ക് അഫോർഡബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് റെൻറ്റ് കാറോ റെൻറ്റ് ബൈക്കൊക്കെ എടുക്കാം. അതിന് പക്ഷേ ഇൻ്റർനാഷണൽ ലൈസൻസ് വേണം, ബൈക്കിനും വേണം, കാറിനും ഇൻ്റർനാഷണൽ ലൈസൻസ് വേണം. അപ്പോൾ നമ്മൾ ഒരു ഗ്രാബ് ബുക്ക് ചെയ്ത് നമ്മൾ പോയത് മാലി ബസ് റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്ത്. റിസോർട്ട് ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ റിസോർട്ടിരിക്കുന്ന പ്ലേസാണ് ഹൈലൈറ്റ്. ഏറ്റവും സെൻറ്റർ ഓഫ് ഹാർട്ട് ഓഫ് ലങ്കാവി എന്നൊക്കെ പറഞ്ഞ പോലെ അത്ര സെൻറ്ററിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതാണിത് ബുക്ക് ചെയ്യാൻ കാരണം. 7-11 ഇന്ത്യയിലില്ല, പക്ഷെ ബാക്കി എല്ലായിടത്തും ഉണ്ടാവുമായിരിക്കും. നമ്മുടെ ഹോട്ടലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉണ്ട്. ആദ്യമായിട്ട് കാണാൻ 7-11 കണ്ട വഴി പാത്തുക്കുട്ടം പോയിട്ട് എന്തൊക്കെയോ കുറേ മിഠായിയൊക്കെ വാങ്ങി നമ്മൾ ലഗേജൊക്കെ ഹോട്ടലിൽ ഏൽപ്പിച്ചിട്ട് സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങാമെന്ന് ഓർത്ത് നേരെ ഇറങ്ങിയിട്ടോ. നല്ല വെയിലാട്ടോ, എനിക്ക് കണ്ണ് ഉറക്കാൻ പറ്റണില്ല. ചെറിയൊരു കാർമേക്കൊക്കെ ഉണ്ട്, മഴ പെയ്യുമെന്ന് അറിയില്ല. ഇന്ന് ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ ഡേ 2 നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ലങ്കാവിയിലാണേ. അപ്പോൾ ഡേ 1 നമ്മൾ ഫുൾ ശ്രീലങ്ക കറങ്ങിയിട്ട് നൈറ്റ് നമുക്ക് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ നൈറ്റ് ഫ്ലൈറ്റ് എടുത്ത് നേരെ നമ്മൾ വന്നത് കോലാലംപൂരാണ്. അവിടെ ഇറങ്ങി അടുത്ത ഫ്ലൈറ്റ് എടുത്തിട്ട് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. എടുത്തിട്ട് നമ്മൾ ലങ്കാവിയിലെത്തി. അപ്പോൾ നമ്മൾ മോർണിംഗ് ലങ്കാവിയിലെത്തി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എയർപോർട്ടിൽ നിന്ന് വന്നൊരു റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്തിരുന്നു ഓൾറെഡി. അപ്പോൾ അതിന് ചെക്ക് ഇൻ 3 മണിക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് ബാഗേജൊക്കെ വെച്ചിട്ട് ഒന്ന് സൈറ്റ് സീയിങ്ങിന് വന്നതാണ്. ഇനി 3 o'clock തിരിച്ച് പോയി നമുക്ക് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. ഇത് ഈഗിൾ സ്ക്വയർ എന്നാണ് പറഞ്ഞേ. ഭയങ്കര അടിപൊളി വ്യൂ ആണെങ്കിൽ ആർക്കും ഒരുപാട് സ്ഥലങ്ങൾ ഇരിക്കാനുള്ളതും പ്ലേ ഏരിയയും ഒരുപാട് പാർക്കിംഗ് സ്പേസും പിന്നെ നല്ലൊരു വ്യൂ പോയിൻ്റാണിത് ഈഗിൾ സ്ക്വയർ. കുറച്ചുകൂടി ഈവനിങ് ആയിരിക്കും ഇവിടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. പിന്നെ ഇപ്പോൾ നിങ്ങളിതേ കാണുന്ന ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് പോയിന്റ് പോലെ സ്ഥലമാണ്. ഇവിടുന്ന് സബ്വേ ഒക്കെ കാണാം. പൊന്നിൻ്റെ കണ്ണൊന്ന് വലുതായിട്ടുണ്ട് സബ്വേ എന്ന് കണ്ടപ്പോൾ. ചെറിയ ഷോപ്പിംഗ് സെൻറ്ററൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ വെയിൽ കാരണം ഞാൻ ഓടി ഇതിൻ്റെ അകത്തൊരു ഷോപ്പിംഗ് മോളിൻ്റെ അകത്തേക്ക് കയറി. വലിയ ഷോപ്പിംഗ് മോളല്ല, ചെറിയൊരു ചേർച്ചിൻ്റെ പോലെ എന്തോ ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ ഫീൽ ചെയ്യണത്. സംഭവം എന്താണെന്ന് എനിക്ക് കൃത്യം അറിയില്ല. ഇഷ്ടം പോലെ ഐസ്ക്രീം ഉണ്ട്. ഇവിടെ ഓരോരോ കടലിൽ കയറിയിട്ട് ഓരോരോ തൊപ്പി വെച്ച് നോക്കുക. എല്ലാത്തിനും 21 റിങ്കറ്റൊക്കെ റേറ്റ് പറയണേ. ഈ ഐസ്ക്രീം എന്താ റേറ്റ് നോക്കട്ടെ.
Hi, how much for this? Choco. 3 ringgit. Okay. And what about chocolate cornetto? How? Huh. 345. Okay. Ah, nice. How much for that? 20 ringgit. Okay. Thank you. ആ 20 റിങ്കറ്റ് പറഞ്ഞ ബാഗില്ലേ, അത് ഞാൻ ഒമാനിൽ നിന്ന് വിഷ്ണുവിനെ കൊണ്ട് വരുത്തിക്കാറുണ്ട്. അതൊന്നും നമ്മുടെ നാട്ടിൽ ഒരു 150-200 രൂപയ്ക്ക് ആ ബാഗ് കിട്ടും. നമ്മുടെ കണിമ്പ് റേറ്റ് കൂട്ടി പറഞ്ഞാൽ. നമുക്കേ ഐസ്ക്രീം വാങ്ങാം. ദിസ് വൺ. അപ്പോൾ കാർഡ് എടുക്കില്ല എന്നാണ് പറഞ്ഞത്, ക്യാഷ് മാത്രമേ ഉള്ളൂ. ആകെ ഇച്ചിരി ക്യാഷുള്ളൂ. നമുക്കിത് പൊട്ടിച്ച് കഴിക്കാം. അപ്പോൾ നമുക്ക് രതീഷിലൂടെ പണിക്കെടുത്താം, അല്ലെങ്കിൽ പൊന്നുവിനെ പണിക്കെടുത്താം. ആരും ഇവിടെ നട്ടുച്ചയ്ക്ക് വരരുത്. ഒന്നുമില്ലെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്, അതായിരിക്കും ബെസ്റ്റ് ടൈം കേട്ടോ. അപ്പം നമ്മുടെ ഈഗിൾ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഇതിൻ്റെ വ്യൂ നോക്കി, ചുറ്റും ഇങ്ങനെ വെള്ളം വന്നിട്ട് ഈ വ്യൂ നോക്കി. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. ഇത് ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത്തിരി മാറിപ്പോയി. കുറച്ചും കൂടെ ഒരു ഈവനിങ് ആയിട്ട് വന്നെങ്കിൽ ഇത്രയും വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഈഗിളിനെ ഉണ്ടാക്കി വെച്ചേക്കണതിൻ്റെ ഒരു ഫിനിഷിങ് ഉണ്ടോ, എന്തൊരു വലുപ്പമാണ്, എന്തൊരു ഫിനിഷിങ്ങുമാണ്, റിയൽ ആയിട്ട് ഫീൽ ചെയ്യും. ഒരു വാട്ടർ ഫൗണ്ടൻ ഒക്കെ വെച്ച് കിട്ടില്ല, ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ ഈ വെള്ളം കണ്ടോ, ഈ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത നോക്കി, എന്ത് ക്ലിയർ വാട്ടറാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ചാടാൻ തോന്നുന്നു വെള്ളത്തിലേക്ക്, അത്ര അടിപൊളിയാണ്. ഇവിടെ ഞാൻ മാത്രമേ കുട പിടിച്ച് വെക്കണം കേട്ടോ, അവർ വിചാരിക്കുന്നുണ്ടാവും എന്തൊരു അഹങ്കാരമാണ്. കുറച്ചധികം ചൂട് കൊണ്ടപ്പോഴേ ഞാൻ അതിൻ്റെ തണലുള്ള ഒരു സ്ഥലത്തേക്ക് മാറി കേട്ടോ. ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ടേ നടന്നൊരു വഴിക്കാവും കേട്ടോ. നല്ലൊരു എന്താ പറയുക, വാക്കിംഗ് ഷൂസൊക്കെ ഇട്ടിട്ട് മാത്രമേ ഈ ഒരു ഏരിയയിലേക്ക് വരാവുള്ളൂ. ഹൈ ഹീൽസ് ഒന്നും ഇട്ട് ആരും വരരുതേ. ഷൂസ് ഇട്ടിട്ട് പോലും എൻ്റെ കാല് വേദനിക്കുമായിരുന്നു. ഇവിടെ ചെറിയൊരു സൈഡിൽ ഇങ്ങനെ സ്റ്റോൺസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു കുറച്ച് വേവ്സ്, ബീച്ച് പോലെ ഒരു വേവ്സ് ഒക്കെ വരുന്നുണ്ട്. പൊന്നുകുട്ടൻ അവിടെ ഇറങ്ങി കളിച്ചു. അത് കഴിഞ്ഞ് നേരെ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊരു ഷോപ്പിംഗ് സെൻറ്റർ ആട്ടോ. ഈ ഒരു ബ്രിഡ്ജ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഞാൻ പാത്തുനോട് ചോദിച്ചേ ഇവിടെ വന്ന് വേണമെങ്കിൽ റീൽസൊക്കെ എടുത്തോളൂ, ഡാൻസൊക്കെ കളിച്ചോളൂ. കൊണ്ടുള്ള കുറേ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഷോപ്പിംഗ് മോളിലുള്ള ഒരു കടയാണ്, ബൂസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ നാട്ടിലെ ലസ്സി കപ്പയൊക്കെ പോലെ. ഐ ഗോട്ട് മൈ ഡ്രിങ്ക്. അപ്പോൾ ഇത് ബനാനയും മാംഗോവും യോഗോട്ടും ഒക്കെ ഇട്ട് ഷുഗർ ആഡ് ചെയ്യാത്തൊരു ഡ്രിങ്കാണ്. കുടിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ വെയിൽ കൊണ്ട് എന്നൊക്കെ ഒരു ഫീൽ ഇപ്പോഴാണ്. എനിക്ക് രതീഷേട്ടൻ്റെ കൊല്ലാണ് ദേഷ്യമായിരുന്നു. ക്രിക്കറ്റ് മുഴുവൻ കളിച്ചിട്ട് വെയിലോ എവിടെയെന്ന്, ഇന്ന് ചൂടായിരുന്നു. എവിടെയെന്ന് അറിയോ, എൻ്റെ കൊച്ചു വാടിയിട്ട് അങ്ങോട്ടൊന്ന് കാണിച്ച് എവിടെ കിടക്കണേന്ന്. ചേടാ പകുതി ആക്ഷനാണ്. റൂമിൽ പോയിട്ട് ഞങ്ങൾ വാട്ടർ സ്പോർട്സ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇവിടെ മതിയായിട്ട് റൂമിൽ പോകുന്നത് വെള്ളം വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി. അതിൻ്റെ അകത്ത് എ സി ആണ്. അപ്പോൾ അകത്ത് ഇഷ്ടംപോലെ ചോക്ലേറ്റ് ഷോപ്പൊക്കെ ഉണ്ട്. ചോക്ലേറ്റ് ഷോപ്പ് കണ്ടാൽ അപ്പം കയറും കേട്ടോ. എന്നിട്ട് കുറേ ചോക്ലേറ്റ് വാങ്ങും. എന്തിനാണെന്നറിയില്ല, ഒരുപാട് ചോക്ലേറ്റ് വാങ്ങിയിരുന്നു ഞങ്ങൾ. ജെട്ടി പോയിന്റ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്തൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പുണ്ട്. പിന്നെ ഒരുപാട് ലിക്കർ കിട്ടുന്ന ഷോപ്പുകളുണ്ട്. ലിക്കറിന് ഇവിടെ ഭയങ്കര വിലക്കുറവാണ്. ഞങ്ങൾ രണ്ടുപേരും മദ്യപിക്കില്ല, അപ്പോൾ പിന്നെ അത് വാങ്ങിയിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ജെട്ടി പോയിന്റ് ഈ ഈഗിൾ സ്ക്വയറിൻ്റെ ഇവിടുന്ന് ഒരു 6 റിങ്കറ്റ് ദൂരത്തിൽ ഒരു ഹാജി ഇസ്മയിൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ഡ്യൂട്ടി ഫ്രീ ചോക്ലേറ്റ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ നേരെ പോയത് അങ്ങോട്ടാണ്. ഇവിടെ ഒരുപാട് റേറ്റ് കുറവിൽ ഒരുപാട് ഫോറിൻ ചോക്ലേറ്റ്സ് അവൈലബിൾ ആണ്. ചോക്ലേറ്റ്സ് മാത്രമല്ല, ഇവിടെ ഒരുപാട് സാധനമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറേ ചോക്ലേറ്റ്സ് വാങ്ങി. ഇതിൻ്റെ ഓപ്പോസിറ്റും ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെയും പോയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങി. പിന്നെ ഇവിടെ എല്ലാവിടെയും ഇതുപോലെ ലിക്കർ ഷോപ്പ് കാണാം കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു റൂം, വലിയ ഭംഗിയുള്ള റൂമൊന്നുമല്ല. ഈവൻ റിസോർട്ടാണെങ്കിലും ഫുൾ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ലൊക്കേഷനാണ് ഏറ്റവും അടിപൊളി. ബീച്ചിലേക്ക് ഇങ്ങനെ നേരെയാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ നേരെ ബീച്ചിൻ്റെ വ്യൂവിലിരുന്ന് കഴിക്കാം, ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ. പിന്നെ നേരെ ഇറങ്ങുമ്പോൾ തന്നെ ബീച്ച് ആക്ടിവിറ്റീസാണ്, ഫ്രണ്ടിൽ തന്നെ ബീച്ച് ആക്ടിവിറ്റീസാണ്. അപ്പോൾ അത് ഭയങ്കര അടിപൊളിയാണ്.
പാൻറ്റായി സെനാങ് ആണ് ഈ പ്രോപ്പർ സ്പേസ് വരുന്നത്. ഇവിടെയാണ് ഏറ്റവും മോസ്റ്റ് ഹാപ്പനിങ് സ്പേസ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു പ്ലേസ് ആണ് ഇത്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും റൂം ബുക്ക് ചെയ്യുമ്പോൾ പാൻറ്റായി സെനാങ്ങിൽ തന്നെ റൂം ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ മാലിബസ് റിസോർട്ടിൽ ഒരു 5,000 6,000 അതിൻ്റെ അടുത്താണ് റേഞ്ച് വരുന്നത് റൂമിനൊക്കെ. പല ടൈപ്പ് വ്യൂ, പല ടൈപ്പ് ഹട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ അടിപൊളി പൂളാണ്. പൂള് പക്ഷേ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് പൂള് ആസ്വദിക്കാൻ പറ്റിയില്ല. പിന്നെ പൂളിലൊന്നും പോകാനുള്ള ടൈം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഈ ബീച്ചിന് ഓരോ ടൈമിലും ഓരോ വൈബായിരുന്നു. നമുക്ക് മോർണിംഗ് ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഈവനിങ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പം നമ്മളൊരു 3 o'clock ശേഷമാണ് ചെക്ക് ഇൻ ചെയ്ത് നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പോയത് ബീച്ചിലേക്കാണ്. ബീച്ച് ആക്ടിവിറ്റി എടുത്തു. അവിടെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ജെറ്റ് സ്കീ ഉണ്ട്, പാരാസെയിലിംഗ് ഉണ്ട്, പാരാഗ്ലൈഡിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അതിന് ഡോണറ്റ് ബോട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ജെറ്റ് സ്കീ ആണ് എടുത്തത്. ജെറ്റ് സ്കീ തന്നെ അവിടെ ഈ നമുക്ക് വേണമെങ്കിൽ പാക്കേജ് എടുത്ത് പോകാം, ഇല്ലെങ്കിൽ അവിടെ ബീച്ച് സൈഡിൽ തന്നെ ഒരുപാട് ടീമുണ്ട്. നമുക്കിങ്ങനെ അവർ പല റേറ്റ് ഓഫർ ചെയ്യും. ഒന്ന് പേശിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബസ് റേറ്റിൽ കിട്ടും. ഇത് നമ്മളെടുത്തത് 150 റിങ്കറ്റാണ് 30 മിനിറ്റ്സിലേക്ക്. 30 മിനിറ്റ്സിൽ എനിക്കും രതീഷിനും മോൾക്കും ഓടിക്കാം. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് 3 പേർക്ക് ഓടിക്കാം. 150 റിങ്കറ്റ്സ് ആണ് ഒരെണ്ണത്തിന്. ഇനി അതല്ലാതെ 500 റിങ്കറ്റ്സിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 4-5 അവേഴ്സിലേക്ക് ഒരുപാട് വേറെ ഐലൻഡിലൊക്കെ പോകാൻ പറ്റിയ വേറെയും ഒരുപാട് പാക്കേജസ് ഒക്കെ ഉണ്ട്. അത് പക്ഷേ 2 പേർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് പാക്കേജ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനും പാത്തും ഏട്ടനും ഒക്കെ ഈ 30 മിനിറ്റ്സിൻ്റെ എടുത്തു. അതന്നെ ഒരു 150 റിങ്ക് അത്യാവശ്യം റേറ്റ് വന്നല്ലോ. അപ്പോൾ ഇതെടുത്ത് ഞങ്ങൾ 3 പേരും ഓടിച്ചു. നമുക്ക് ആദ്യം ഓടിക്കുമ്പോൾ ഒരു പേടിയൊക്കെ ആയിരിക്കും കേട്ടോ ഇത് പോകണം. പക്ഷേ പലരും കാണാൻ ഭയങ്കര സ്പീഡിലൊക്കെയാണ് പോണത്. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ സൺസെറ്റ് കണ്ട് ആസ്വദിച്ച് അവിടെ ബീച്ച് സൈഡിൽ തന്നെ ഇരുന്നു. നല്ല രസമാണ് സൺസെറ്റ് ടൈം. പിന്നെ ഞാൻ വേഗം പോയി ചേഞ്ച് ചെയ്ത് വന്നു. പാത്തുക്കുട്ടൻ അപ്പോഴും ബീച്ചിൽ ഇറങ്ങി കളിക്കുക തന്നെയായിരുന്നു. ബീച്ചൊക്കെ ഭയങ്കര അടിപൊളി ബീച്ചാണ്. ദെൻ ബീച്ചിൽ നിന്ന് ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് വാക്ക് ചെയ്യാൻ തുടങ്ങി. സൺസെറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ബീച്ചിൻ്റെ സ്റ്റൈലേ മാറും കേട്ടോ. ഒരുപാട് ഇങ്ങനെ നൈറ്റ് ഡിന്നറൊക്കെ ബീച്ച് സൈഡിലുള്ള ഡിന്നർ സ്പെഷ്യൽ, നമുക്കിങ്ങനെ ഒരാളെ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. അതുപോലെ ഒരുപാട് ഫയർ ഡാൻസും ഫയർ വർക്ക്സും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതിൽ കൂടെ നടന്ന് പോകുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ ബീച്ച് സൈഡിൽ ഡിന്നർ കഴിക്കാൻ ബീൻ ബാഗിലൊക്കെ ഇരുന്ന് അങ്ങനെ ബീച്ച് വൈബ് ആസ്വദിക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ പാത്തുക്കുട്ടൻ നനഞ്ഞ് കുതിർന്ന് നടക്കുമായിരുന്നു. പക്ഷേ അവിടെ ഒരുപാട് കോമൺ ടോയ്ലറ്റ്സ് ഉണ്ട്, നല്ല നീറ്റാണ്. ഒരു 1 റിങ്കറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഫ്രഷ് ആവാം. അപ്പോൾ ഞാൻ പാത്തുവിന് ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് പാത്തു അവിടെ നിന്ന് റെഡിയായി. ഞങ്ങൾ വേഗം ഒരുപാട് ദൂരം നടന്ന് പിന്നെ നമ്മൾ നേരെ മെയിൻ റോഡിലേക്ക് കയറി. മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ അവിടെയും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരുപാട് ഡോൾ വേഷത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ നമ്മുടെ റോബോട്ടിക് ഡാൻസ് ഉണ്ട്. പിന്നെ സ്ട്രീറ്റ് ഷോപ്പിംഗ് പറയേ വേണ്ട, ഒരുപാട് നമ്മുടെ ബീച്ച് വെയർ ക്ലോത്ത്സും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവാണ്. കാരണം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലിക്കറും ചോക്ലേറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവാണ്. അങ്ങനെ നമ്മുടെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററിനടുത്ത് നടക്കുകയാണെങ്കിൽ അടുത്ത് തന്നെയാണ് നമ്മുടെ അണ്ടർ വാട്ടർ അക്വേറിയം ലങ്കാവിയിൽ. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സുഫ്ര എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കംപ്ലീറ്റ് ഫുഡ് മുഴുവൻ കഴിച്ചത് കേട്ടോ. എല്ലാ ദിവസത്തെയും ഒരു പാകിസ്ഥാനി ഫാമിലി നടത്തുന്ന ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റാണ്. ഒരുപാട് നല്ല ഫുഡ് കിട്ടി അവിടെ നമുക്ക്. അപ്പോൾ നമ്മൾ സ്ട്രീറ്റിൽ നിന്നൊന്നും ഫുഡ് ട്രൈ ചെയ്തില്ല. കാരണം സ്ട്രീറ്റ് ഫുഡ് കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു നീറ്റായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഹോട്ടലിൽ നമുക്ക് ഒത്തൻറ്റിക് ലങ്കാവി ഫുഡെല്ലാം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ടൈമിൽ ഞങ്ങൾ പുറത്ത് സുഫ്രയിൽ നിന്ന് മാത്രമാണ് ഭക്ഷണം കഴിച്ചത്. അത്യാവശ്യം എക്സ്പെൻസീവാണ് സുഫ്ര, ബട്ട് സ്റ്റിൽ നല്ല ഫുഡാണ്. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി ഞങ്ങൾ വീണ്ടും സ്ട്രീറ്റ് ഷോപ്പിംഗ് നടന്നു. വീണ്ടും ചോക്ലേറ്റ് ഷോപ്പ് കണ്ടു. അപ്പോൾ ഞങ്ങൾ ഓടിക്കയറി. അവിടെ കുറേ ലിക്കർ ചോക്ലേറ്റ്സും അങ്ങനെ ന്യൂട്ടല്ല, പിന്നെ ഒരു വൈറ്റ് കോഫി, ഒരു ഓൾഡ് ടൗൺ വൈറ്റ് കോഫി എന്ന് അങ്ങനെ കണ്ടു. പിന്നെ കറണ്ട് ഒബ്സഷൻ ഈ കിറ്റ്കാറ്റിൻ്റെ ഡാർക്ക് ഐസ്ക്രീമാണ് കേട്ടോ. ഒരു നമ്മുടെ ചോക്കോബാർ പോലത്തെ ഐസ്ക്രീം നമുക്ക് ഇന്ത്യയിലൂടെ കിട്ടുന്നില്ല. എവിടെയെങ്കിലും കിട്ടുന്നും അറിയുന്നവരുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കമൻറ്റിൽ പറഞ്ഞു തരണേ. കിഡിലൻ ഐസ്ക്രീമാണ്. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഫുൾ ഈ ഐസ്ക്രീം തപ്പി നടന്ന് മേടിച്ച് കഴിക്കുമായിരുന്നു. ഓരോ സ്ഥലത്തും ഓരോ റേറ്റ്. സ്ഥലത്ത് 4 റിങ്കറ്റ്, 5 റിങ്കറ്റ്, 10 റിങ്കറ്റ്, അങ്ങനെ സ്ഥലങ്ങളനുസരിച്ച് ഈ ഐസ്ക്രീമിൻ്റെ റേറ്റ് അവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഈ ചേട്ടൻ നല്ല പാട്ടൊക്കെ പാടാണ്. ഈ ചേട്ടൻ പാടുന്നതിൻ്റെ പുറകിലും സൂപ്പർ മാർക്കറ്റാണ്. അവിടെയും കയറി ഞങ്ങൾ കുറേ ചോക്ലേറ്റ്സ് വാങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് റോബോട്ടിക് ഡാൻസ് കാണാനാണ്. ഇതൊക്കെ കണ്ടു
എന്നിട്ട് നമുക്ക് അവരുടെ ഫ്രണ്ടിലേക്കുന്ന ആ ഒരു ബോക്സിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള റിങ്കറ്റ് ഇടാം കേട്ടോ. ഇട്ടില്ലെങ്കിലും അവരൊന്നും പറയില്ല. ഇടുന്നത് നമ്മുടെ ഒരു നല്ല ജസ്റ്ററാണ്. അതിനുശേഷം നമ്മളിങ്ങനെ റോഡ് സൈഡിൽ കുറേ പേര് ഇങ്ങനെ വേഷം കെട്ടിയൊക്കെ നിൽക്കണം കണ്ടു. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം മോർണിംഗ് വെളുപ്പിന് രാവിലെ സൂര്യൻ ഉദിച്ചിട്ടില്ല, അതിന് മുമ്പേ ഞാനും രതീഷും കൂടെ പുറത്തിറങ്ങി ബീച്ച് വാക്ക്, മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. മോർണിംഗിൽ ബീച്ചിൽ വേറൊരു വൈബാണ്. നൈറ്റും മോർണിംഗും ഒക്കെ ഇവിടെ ബീച്ചിൽ എപ്പോഴും ആളുണ്ടാവും കേട്ടോ. നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞങ്ങൾ തിരിച്ച് വന്ന് പാത്തക്കുട്ടനെയൊക്കെ റെഡിയാക്കി നേരെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ഒരു പ്ലാനാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, അവരുടെ ഐറ്റംസാണ് കൂടുതലുണ്ടാവുക. നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ വളരെ കുറവാണ്. ബ്രെഡ് ടോസ്റ്റ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, ഫ്രൂട്ട് കട്ടിങ്സ് ഒക്കെ വെച്ച്. എന്നിട്ട് നമ്മൾ നാസി ലമാക്, നാസി ഗോരാങ്, പിന്നെ അവരുടെ കുറേ സാധനങ്ങളെല്ലാം കൂടെ പ്ലേറ്റിലെടുത്തു. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയനും സോസേജും പുൽസയും അങ്ങനെ പല പല സാധനങ്ങളെടുത്തു. എല്ലാത്തിനും പല പല ടേസ്റ്റ് ആയിരുന്നു. ഇവരുടെ ബ്രെഡാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. എനിക്ക് ഇവരുടെ ബ്രെഡ് ഭയങ്കര ഇഷ്ടമായി. സെസ്മൻ സീഡ്സ് ഒക്കെ ഇട്ട് പല ടൈപ്പിലുള്ള ബ്രെഡ് അവൈലബിൾ ആണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വ്യൂ ആണ് പറയേണ്ടത്. കിടിലം വ്യൂ ആണ്. നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയിരുന്ന് ഫുഡ് കഴിക്കണ പോലെയാണ്, അത്ര അടിപൊളി വ്യൂ ആണ്. പിന്നെ അടിപൊളി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ നേരെ പോണത് ഇന്ന് സ്കൈ ക്യാബ് കാണാൻ. ലങ്കാവിയിലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഒരു ഗ്രാബ് എടുത്തിട്ടാണ് നേരെ പോകുന്നത്. അപ്പോൾ ഇവിടെ പോകുമ്പോൾ എപ്പോഴും മോർണിംഗ് പോകുമായിരിക്കും ഏറ്റവും നല്ലത്. ഒരു 8:30, 9 ഒക്കെ ആകുമ്പോൾ അവിടെ എത്താൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം ക്യൂ ഒന്നും നിൽക്കാതെ പോകാൻ പറ്റും. ഇവിടെയും എല്ലാ സ്ഥലത്തെയും പോലെ ഒരുപാട് നടക്കാനുണ്ട്. ആ മലയുടെ മുകളിലേക്കാണ് നമുക്ക് കയറേണ്ടത് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഇതുപോലെ നമ്മുടെ കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് താഴെയുണ്ട്. ഇത് ഓറിയൻ്റൽ വില്ലേജ് എന്നാണ് പറയുന്നത് ഈ സ്കൈ ക്യാബിൻ്റെ താഴെയുള്ളതിന്, ഈ ഒരു സ്ഥലത്തിന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇങ്ങനെ ഓരോരോ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റ്സ്, ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. കുറേ കുട്ടികൾ വന്നിട്ട് ആ ഫൗണ്ടനിൽ വെള്ളം വരുമ്പോൾ പിള്ളേർ സൗണ്ടൊക്കെ ഉണ്ടാക്കി നല്ല രസമായിരുന്നു. കുഞ്ഞു കുഞ്ഞു മാവകളായിരുന്നു. അപ്പം ഇവിടെയാണ് നമുക്ക് സ്കൈ ക്യാബിനേക്കുള്ള ടിക്കറ്റ്സ് എടുക്കേണ്ടത്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. അതും വെതർ അനുസരിച്ചാണ് അവർ ടിക്കറ്റ് തരിക. നല്ല വെതർ ആണെങ്കിൽ മാത്രമേ ഫുൾ ടിക്കറ്റ് എടുക്കുകയുള്ളൂ. നമ്മൾ ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഇവിടെ വെതർ ശരിയല്ല, ഈവൻ സ്കൈ ബ്രിഡ്ജ് അടച്ചിട്ടേക്കുവാണെങ്കിൽ നമ്മുടെ കാശ് പോകും. അപ്പോൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് തന്നപ്പോഴേക്കും ഇതേ പാത്തക്കുട്ടൻ ഒരു സൈഡിലിരുന്ന് ഉറങ്ങിപ്പോയിട്ടോ. പാവം എൻ്റെ കുട്ടി രാവിലേക്ക് ഓടി കണ്ടത് ഉറക്കം മതിയായില്ല എന്ന് തോന്നുന്നു. ഫുൾ ബീച്ചിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് കയ്യിൽ അവരൊരു ചെറിയ ഒരു സ്കാനർ, ഒരു ബാൻഡ് തരും. ആ ബാൻഡ് വെച്ച് സ്കാൻ ചെയ്താണ് എല്ലായിടേക്കും കയറണം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ സ്കൈ ക്യാബിൽ കയറാൻ വേണ്ടി പോയി. നല്ല വലിയ ക്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കണ്ടോ. ഇങ്ങനെ വളഞ്ഞ് കുറേ ദൂരം പോകണം. പക്ഷെ നമ്മൾ മോർണിംഗ് പോയതുകൊണ്ട് നമുക്ക് ക്യൂ കിട്ടിയില്ല. ഇതിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. VIP, നോർമൽ, അങ്ങനെ 3D എന്നൊക്കെ പറഞ്ഞ് വേറെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കിടിലം വ്യൂ ആണ്. കണ്ടാൽ നമുക്ക് നല്ല പേടി വന്നു. പക്ഷെ വളരെ പതുക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമ്മളെ കൊണ്ടുപോകണം കേട്ടോ. നമ്മളൊരു നോർമൽ സ്കൈ ക്യാബ് ആട്ടോ ബുക്ക് ചെയ്ത്. നമുക്ക് 3 പേർക്കും കൂടെ ഒരു 235 റിങ്കറ്റ് ആയിട്ടോ ഈ നോർമൽ വണ്ണിന് വരെ പോകാനായിട്ട്. പക്ഷെ ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് കയറുമ്പോൾ നമുക്ക് അത്ര അധികമൊന്നും തോന്നില്ല. പക്ഷേ ഇതൊരു ഭയങ്കര വലിയ മലയുടെ മുകളിലേക്കാണ് പോണേ. കോടമഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് അത്ര വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. നമുക്കിവിടെ വന്നപ്പോൾ എല്ലാ ടൈപ്പ് വെതറും ആസ്വദിക്കാൻ പറ്റി. ആദ്യം ചെറിയ ഡ്രിസ്ലിംഗ് മഴയുണ്ടായിരുന്നു, പിന്നെ മഞ്ഞുണ്ടായിരുന്നു, പിന്നെ കാറ്റുണ്ടായിരുന്നു, പിന്നെ വെയിൽ വന്നു. അങ്ങനെ എല്ലാ ടൈപ്പ് വെതറും നമുക്ക് അവിടെ ആസ്വദിക്കാൻ പറ്റി. നമ്മൾ മുകളിലേക്ക് പോകുന്തോറും പതുക്കെ അതിങ്ങനെ വിസിബിളായി വന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരുപാട് മുകളിലേക്കാണ് പോകുന്നതെന്ന്. നോർമലി ഒരുപാട് ഹൈറ്റിലേക്ക് പോകുന്നതൊന്നും രതീഷിന് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഈ സ്കൈ ക്യാബ് രതീഷിന് ഭയങ്കര ഇഷ്ടമായി. കാരണം അത്ര നമുക്ക് ഫീൽ ചെയ്യില്ല, അത്ര സ്പീഡിലല്ല പോകുന്നത്. അപ്പോൾ ഇത് കയറാൻ ആരും പേടിക്കണ്ട. പിന്നെ എനിക്കെന്താ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അറിയോ? എൻ്റെ ചെവിയിലെ കിളി അടിച്ചു പോയി. എനിക്ക് ചെറിയ പെയിൻ വരും. എനിക്ക് ഹൈറ്റിലേക്ക് പോകുമ്പോഴൊക്കെ എപ്പോഴും ചെറിയ പെയിൻ ഉണ്ടാവും. ഒരുപാട് ഹെവി പെയിനൊന്നുമല്ല, പക്ഷേ ഫ്ലൈറ്റിൽ എനിക്ക് ഭയങ്കര പെയിനായിരിക്കും. സ്കൈ ക്യാബിൽ എനിക്ക് ചെറിയൊരു കിളി അടിച്ചു പോയിട്ട് ചെറുതായിട്ടൊരു പെയിൻ വന്നായിരുന്നു കേട്ടോ. പക്ഷേ പൊന്നുവിനും ഏട്ടനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിൽ എത്തിയേക്കുവാണ് കേട്ടോ. അത് ഇവിടെ ഇങ്ങനെ നിർത്തില്ല, കണ്ടോ, നമ്മൾ ചാടി ഇറങ്ങിക്കൊള്ളണം.
അപ്പോൾ ആ സ്റ്റോപ്പിലെത്തി ഇത് ഇവിടുന്ന് അവരൊരു ഫോട്ടോ ഒക്കെ നമുക്ക് എടുത്തു തരും. ദെൻ അത് കഴിഞ്ഞ് നേരെ പോകേണ്ടത് സ്കൈ വാക്ക്, ഈഗിൾ നെസ്റ്റിൻ്റെ സ്കൈ വാക്കിലേക്കാണ് പോകേണ്ടത്. നേരെ ഒരു സ്റ്റെപ്പ് നടന്ന് പോയിട്ട് നമുക്കിവിടെയൊക്കെ കയറി കണ്ട ശേഷം തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിൽ തന്നെ കൊണ്ടുപോയി അടുത്ത പോയിന്റിലെത്തിക്കും കേട്ടോ. അപ്പം നമുക്ക് ഈഗിൾ നെസ്റ്റിൻ്റെ ഇങ്ങോട്ടുള്ള ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അടിപൊളി വ്യൂ ആണേ. ഇതാണ് ഈഗിൾ നെസ്റ്റ്, കണ്ടോ? ചെറിയൊരു നെസ്റ്റും എഗ്ഗും ഒക്കെ ആയിട്ട് ഒരു മലയുടെ തുമ്പത്തേക്ക് ഇരിക്കണ പോലെ സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ചെറിയൊരു ഡ്രിസ്ലിംഗ് ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്. ഈഗിൾ നെസ്റ്റ് സ്കൈ വാക്ക്, ലങ്കാവി. ശരിക്കും താഴേന്ന് ഒരുമിച്ച് ടിക്കറ്റ് എടുക്കാം കേട്ടോ. പക്ഷെ നമ്മൾ വന്ന സമയത്ത് വെതർ കൊള്ളില്ലാത്ത കാരണം നമുക്ക് അവർ ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ടിക്കറ്റ് തന്നില്ല. ഇവിടെ വന്നിട്ട് ഇത് ഓപ്പൺ ആവുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞാണ് നമ്മളെ വിട്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുക്കാതെ പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നന്നായി എന്ന്. കാരണം ആ ഈഗിൾ നെസ്റ്റിൻ്റെ ആ ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി മാത്രം അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്. ജസ്റ്റ് ഒരു വ്യൂ കാണാൻ വേണ്ടി മാത്രം. ഹലോ, ഇപ്പം വെതർ അടിപൊളിയായിട്ടുണ്ട്. മഴയൊക്കെ മാറി കോടമഞ്ഞുണ്ട്. അപ്പോൾ ദേ ഈഗിൾ നെസ്റ്റ് അത് സ്കൈ വാക്ക് ലാസ്റ്റ് ബ്രിഡ്ജ് എന്നാണ് അവർ പറഞ്ഞത്. അത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഈഗിൾ നെസ്റ്റ് ആ സ്കൈ വാക്കിൽ കയറാൻ വേണ്ടി മാത്രം ഇൻ്റർനാഷണൽ ഒരാൾക്ക് റേറ്റ് വരുന്നത് 50 ആണ്. കുട്ടികൾക്ക് എത്രയാണ് വന്നു? 38 ആണ് കുട്ടികൾക്ക് വന്നത്. അപ്പോൾ അവിടെയൊക്കെ കണ്ട് നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് പോകാം. നമ്മൾ വന്ന ആ സ്കൈ ക്യാബിൽ തന്നെ നമുക്ക് വീണ്ടും കയറി കഴിഞ്ഞാൽ അവർ സ്കൈ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ വെതർ നല്ലതാണ്, ചിലപ്പോൾ സ്കൈ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. കമാൺ. അപ്പം നമ്മുടെ കേബിൾ കാർ വരുന്നുണ്ട്, കണ്ടോ? ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യില്ല കേട്ടോ. ഫുള്ളി ചെറുതായിട്ട് ഇങ്ങനെ സ്ലോ, നമ്മൾ ഓടിയും കയറിക്കൊള്ളണം, അല്ല നടന്നും കയറിക്കൊള്ളണം. മോർണിംഗ് വരുവാണെങ്കിൽ അധികം തിരക്കൊന്നുമില്ല, നിങ്ങൾക്ക് രാവിലെ തന്നെ കണ്ടുപോകാം. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ക്യൂ ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മോർണിംഗ് ആണ് വന്നത്. അതുപോലെ 2-3 ടൈപ്പ് ഓപ്ഷൻസ് ഉണ്ട്. ഫുൾ ഗ്ലാസ് ഉള്ളതുണ്ട്, VIP ടൈപ്പൊക്കെ. പിന്നെ അതുപോലെ ബോട്ടം മാത്രം ഗ്ലാസ് ഉള്ളതുണ്ട്. പിന്നെ ഒരു 3D ടൈപ്പ് ഉണ്ട്. പിന്നെ നോർമൽ ഉണ്ട്. നമ്മൾ നോർമലാണ് ചൂസ് ചെയ്ത്. അപ്പോൾ അതിങ്ങനെ മാറി മാറി വരും. അപ്പം നമ്മൾ ഏതാണോ ചൂസ് ചെയ്ത് അതിലാണ് നമ്മളെ കയറ്റുള്ളൂ. നോർമലിൻ്റെ ആവശ്യമുള്ളൂ. അത്യാവശ്യം നന്നായി കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ഗൊണ്ടോല. അതുപോലെ ഇല്ലേ ബാത്റൂമിൻ്റെ പേരെന്നറിയോ? ടാൻഡ. നമ്മുടെ തന്തയല്ല കേട്ടോ, ടാൻഡ. അങ്ങനെയാണ് വെച്ചാൽ ടോയ്ലറ്റിനർത്ഥം. ഇത് ക്യാമറമാൻ മനഃപൂർവ്വം കട്ട് ചെയ്താണ്. നല്ല 3 സുന്ദരി കുട്ടികളായിരുന്നു. എന്നിട്ട് ഒരാളും ഇല്ലാത്ത കൊണ്ടുപോലോട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇത് ക്യാമറമാൻ മനഃപൂർവ്വം. നല്ല സുന്ദരി 3 പിള്ളേരായിരുന്നു. ഇത് പോണില്ല, വെയിറ്റ് പറഞ്ഞാണോ? അല്ല. അപ്പൊ നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ ഓഹോ നമുക്ക് രതീഷേട്ടാ. അപ്പൊ നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ സ്കൈ ബ്രിഡ്ജ്. ഓ വാവ്, ഇതൊക്കെ താഴെ ഒന്നും കാണാനില്ല, അത്രയും കുട കയറി മഴ സ്റ്റോപ്പായപ്പോ. ഞാനിവിടെ വന്നിരിക്കട്ടെ, നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കാം. അല്ല താഴെ പോകുന്നറിയില്ല. എനിക്കും ഡാൻസ് അറിയാട്ടാ. എന്തൊക്കെ കണ്ടുപിടുത്തല്ലേ. എത്രയോ പൊക്കത്തിൽ പോയിട്ട് ഒരു കയറ് കെട്ടി അതിന്റെ മുകളിൽ കൊണ്ടോല മോൾ അന്വേഷിച്ചിട്ട് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട്. ശരിക്കും ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചത് എന്റെ ഭഗവാനെ? താഴെ ഞാൻ പോയാൽ പിന്നെ ബ്ലോഗ് ചെയ്യാൻ ആളില്ല, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. ഫുഡാണല്ലോ നമ്മുടെ മെയിൻ. പിന്നെ ഉണ്ടല്ലോ ഭയങ്കര കാശാട്ടോ. മിണ്ടി ആവുമ്പോ റിങ്കിറ്റിന്റെ കണക്ക് പറയും. ഈ കൊണ്ടുപോലേക്ക് കയറാൻ തന്നെ കണ്ട് നമ്മുടെ ഇന്ത്യൻ മണി 5000 രൂപ എടുത്താൽ കണ്ടായി. പിന്നെ ഓരോന്നിനും കയറാൻ 3000-4000. ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ വരുമ്പോ ഇതുപോലെ എഴുതി കൊടുക്കണം. അവർക്ക് ലാഭമായിരിക്കില്ല. സ്കൈ ബ്രിഡ്ജിന്റെ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇത് റേറ്റ് വരുന്നുണ്ട്. അഡൽറ്റിന് 6 റിങ്കറ്റും ചൈൽഡിന് 4 റിങ്കറ്റും ആണ്. എന്താ എക്സ്പ്രസ് ലൈൻ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ടിക്കറ്റാണ് വരുന്നത്. ഒരെണ്ണം അഡൽറ്റിന് 6 റിങ്കറ്റും ചൈൽഡിന് 4 റിങ്കറ്റും. അതിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കൈ ബ്രിഡ്ജിലേക്ക് പോകാനായിട്ട് ചെറിയൊരു വാക്ക് വരും. അതൊരു 10 മിനിറ്റ്സിൽ വരുന്ന ഒരു വാക്ക്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്
അഡൽറ്റിന് 16 റിങ്കറ്റും ചൈൽഡിന് 11 റിങ്കറ്റും ആണ്. ഇതാണെങ്കിൽ ഒരു സ്കൈ ഗ്ലൈഡർ ഉണ്ടാവും. അത് ആ സൈഡിലായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ട്രെയിനൊക്കെ പോലെ ഒരു ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് വരുന്ന സാധനം അടിപൊളിയാണ്. ഞങ്ങൾ ഗ്ലൈഡിൻ്റെ എടുത്തത്, നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം. ശരിക്കും ഗ്ലൈഡ് എടുത്ത് നന്നായിട്ടോ, ഇല്ലെങ്കിൽ നടന്നൊരു വഴിക്കായനെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ 324 മീറ്റർ നടക്കേണ്ടത്. അത്യാവശ്യം മഴയൊക്കെ പെയ്യുമ്പോൾ ശരിക്കും പെട്ടുപോയേനെ. എനിക്കതുകൊണ്ട് ഗ്ലൈഡാണ് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് കേട്ടോ. മറ്റേ സ്കൈ ബ്രിഡ്ജ് ഗ്ലൈഡ് എടുക്കാതെ വാക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എടുത്തുകൊണ്ട് നമുക്കിത് ഈ വഴി പോകണം. ദേ താഴേക്ക് ആൾക്കാർ പോകണണ്ട, അതാണ് ആ ഒരു 10 മിനിറ്റ്സ് വാക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് ഗ്ലൈഡറിലേക്കാണ് പോകേണ്ടത്. ഈ വഴി വന്ന് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഒരു ലിഫ്റ്റ് പോലെ അത് ഓപ്പൺ ആവും, എന്നിട്ട് അതിൻ്റെ അകത്ത് കയറ്റും. കണ്ടാൽ ഒരു പേടി വന്നെങ്കിലും അത്ര പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇങ്ങനെ താഴത്തേക്കൊക്കെ ശരിക്കും പേടി വന്നു. ഭയങ്കര പതുക്കെയാണ്, ഭയങ്കര പതുക്കെയാണ് പേടി വന്നത്. ഓരോരോ സ്പോട്ടിലും ഓരോ വ്യൂ ആട്ടോ, അത്ര അടിപൊളി. അപ്പോൾ നമുക്ക് ബ്രിഡ്ജിൻ്റെ വ്യൂ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ നമ്മൾ വന്നപ്പോൾ ഒട്ടും തിരക്കില്ലായിരുന്നു, ഇപ്പോൾ കുറച്ച് തിരക്ക് വന്നിട്ടുണ്ടെങ്കിൽ. ഓ എന്താ കാറ്റെന്നറിയോ. ഇത് ഗ്ലാസ് ബ്രിഡ്ജ് അല്ല കേട്ടോ, പക്ഷേ താഴേക്ക് വന്നാലുണ്ടല്ലോ ഓ നല്ല 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 പേടിയൊക്കെ തോന്നാൻ പറ്റിയൊരു ബ്രിഡ്ജാണ്. അത്യാവശ്യം നല്ലതുണ്ട്. ഈ ഇടയിൽ കാല് പോകുന്നൊരു പേടിയും തോന്നും. നമുക്കേ അങ്ങോട്ട് പോയി നോക്കാം. എനിക്കിത് ആ സെൻറ്ററിൽ പോകണം. ഞാൻ ആദ്യം പറഞ്ഞ എമാവൻ കാണിച്ചെടുത്ത പിള്ളേരല്ലേ എൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. സോറി, ഇതല്ല കേട്ടോ, ഇനി വന്നതാ. എല്ലാം ഒരുപോലെ ഇരിക്കുന്നു കണ്ടിട്ട്. ഞാനിങ്ങനെ വായി നോക്കണ്ടേ, പാമ്പിള്ളേർ എന്തോരം വായി നോക്കണ്ടാവും. എല്ലാത്തിനും കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നുണ്ട്. വരുന്നവരൊരു ജാക്കറ്റ് എടുക്കണം, നല്ലതായിരിക്കും. അത്യാവശ്യം നല്ല കോടയുടെ തണുത്ത കാറ്റാണ് കേട്ടോ. ഒരു ജാക്കറ്റൊക്കെ എടുത്താൽ ഇതുപോലെ കിറങ്ങി കിടക്കണ്ട. കണ്ടോ, നല്ല സുന്ദര കുട്ടികളല്ലേ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബ്രിഡ്ജിനേക്കാളും ഭംഗിയുണ്ട്. ഓ ഇതൊക്കെ ഓ യെസ്, ഗ്ലാസിന്റെ കുറേ ചെറിയ പീസസ് ഉണ്ട് ഈ ബ്രിഡ്ജിലെ. ആ സൈഡ് ഓക്കെ. ഓ പിന്നെ ഒക്കെ പറഞ്ഞു തോന്നണേ. ഗ്ലാസ് ബ്രിഡ്ജ്. പ്ലീസ് ടേക്ക് ഓഫ് യുവർ ഷൂസ്. ഓ ഷൂസ് ഇല്ലെങ്കിൽ നമുക്ക് ചവിട്ടാം. പൊന്നെ എന്ത് കാര്യമായിരിക്കണമല്ലേ. വേണ്ട, ഞാൻ ഇല്ലാത്ത സ്ഥിരം പൊക്കോളാം. കാണാൻ പറ്റണല്ലോ, പക്ഷെ വെള്ളം ഉള്ളതുകൊണ്ട്. ആ അപ്പോൾ പിന്നെ പൊട്ടയിൽ തടഞ്ഞു നിർത്താൻ അവിടെ ഒരു കുഴലുണ്ട്. പിന്നെ ഇവിടെ ഒന്നും ഡാൻസ് കളിക്കണ്ടോ? അടിപൊളിയായിരിക്കും. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഇങ്ങോട്ട് വരാൻ റേറ്റും കുറവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഗരുഡൻ്റെ അതിൽ നെക്സ്റ്റ് ലാസ്റ്റ് ബ്രിഡ്ജിൽ കയറാൻ ഭയങ്കര പൈസ അവർ പറയണത്. എത്ര 50 അഡൽസിനും 38 ചിൽഡ്രനും. പക്ഷെ ഇവിടെ 6 റിങ്കറ്റേ ഉള്ളൂ. നിങ്ങൾ നേച്ചർ വാക്ക് ഒരു 10-324 സ്റ്റെപ്പ് കയറേണ്ടി വരും. ഞാൻ കണ്ടു താഴേന്ന് ആൾക്കാർ കയറി വന്നെ. ഇനിയിപ്പോൾ അല്ല നമുക്ക് ഗ്ലൈഡർ എടുത്താൽ ഒട്ടും പേടിയൊന്നുമില്ല കേട്ടോ. വയസ്സാർക്കാർ ഒട്ടും പേടിയൊന്നുമില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ സ്റ്റീപ്പായപ്പോൾ ഒട്ടും പേടിയൊന്നുമില്ല. ഭയങ്കര സ്ലോ ആയിട്ടാണ്. അപ്പോൾ അതെടുത്താലും ഇതൊരു ഓർത്താണ് കേട്ടോ. ഇത് അത്യാവശ്യം റേറ്റ് കുറവിൽ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇനി അവിടം വരെ ഉണ്ട്, പകുതി ആയിട്ടുള്ളൂ. വെയിലും കാറ്റും കോടയും എല്ലാം കൂടെ ഒരുമിച്ച് വന്നൊരു കിടിലൻ ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ മൊത്തമായിട്ട് കാണാൻ മറക്കരുത്. ബൈ.